ഹബീബിനെ കുറിച്ച് ധാരാളം പഠിക്കാനും അതിലൂടെ ഹബീബിനോടുള്ള ഹബ്ബ് മനസ്സിൽ മാഞ്ഞു പിടിക്കാനും നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ചെല്ലാനും അല്ലാഹു ഈ സദസ്സൊരു കാരണമാക്കി അല്ലാഹു തീർക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളാണ് പടച്ച തമ്പുരാൻ അല്ലാഹു നൽകിയിട്ടുള്ളത്. മറ്റുള്ള ഏതൊരു പ്രവാചകന്മാർക്കും നൽകാത്ത ഒരുപാട് പ്രത്യേകതകളാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, قال النبي صلى الله عليه وسلم أعطيت خمسا لم يعطهن أحد من الأنبياء قبلي. എനിക്ക് നൽകിയ 5 പ്രത്യേകതകൾ അത് കഴിഞ്ഞു പോയ ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയിട്ടില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി നബി തങ്ങൾ പറയുന്നുണ്ട്, നസ്റതു ബിറുഅബി മസീറത ജഹലിൻ. ഒരു മാസം വഴി ദൂരമുള്ളത്ര ശത്രുക്കൾ, ഒരു മാസം ദൂരെ യാത്ര ചെയ്യുന്നത്ര ദൂരെയുള്ള ശത്രുക്കൾക്ക് അവരുടെ ഇടയിൽ പോലും അല്ലാഹു എനിക്ക് വിജയം നൽകിയിട്ടുണ്ട്. ഇനി ഒരു മാസം അവർ പ്രയാണം ചെയ്ത് എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുക്കളെ അത്രയും ദൂരത്തിൽ തന്നെ അല്ലാഹു എനിക്ക് അവരെ തോൽപ്പിച്ച് അല്ലാഹു എനിക്ക് വിജയം നൽകിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, വജുഇലത്തിൽ അർളി മസ്ജിദൻ വതഹൂറ. ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഭൂമിയുടെ ഏത് ഭാഗവും അല്ലാഹു എനിക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമാക്കി, ഒരു മുസല്ലയാക്കി, മസ്ജിദാക്കി അല്ലാഹു മാറ്റി തന്നു എന്നാണ്. കഴിഞ്ഞ കാലത്ത് ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഒരു പ്രത്യേകതയാണ് ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഈ ഉമ്മത്തിനും അല്ലാഹു നൽകിയിട്ടുള്ളത്. ഭൂമിയിൽ എവിടെ വേണമെങ്കിലും, ശുദ്ധമുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും സുജൂദിടാൻ, നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിനിക്ക് അല്ലാഹു നൽകിയ ഒരു ദാനമാണ്, ഒരു പ്രത്യേകതയാണ്. ഭൂമി മുഴുവനും അല്ലാഹു സുജൂദിടാൻ വേണ്ടി അല്ലാഹു നൽകി എന്നുള്ളത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വഉഹില്ലത്തിൽ ഗനായിമു. യുദ്ധത്തിൽ കിട്ടിയ സ്വത്തുക്കൾ അത് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർക്ക് അല്ലാഹു അനുവദനീയമാക്കി കൊടുത്തിരുന്നില്ല. എനിക്കും എന്റെ ഉമ്മത്തിനും യുദ്ധത്തിൽ കിട്ടിയ ആ വിജയത്തിന്റെ ഭാഗമായി കിട്ടിയ ഗനീമത്ത് സ്വത്തുക്കൾ അതെനിക്ക് അല്ലാഹു എനിക്ക് ഹലാലാക്കി തന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, എന്നെ പറഞ്ഞേച്ചത് വകാന നബിയ്യു യുബഅതു ഇലാ ഖൗമിഹി ഖാസ വബുഇതു ഇലന്നാസി കാഫ. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും പ്രത്യേകമായ ഒരു ടെറിട്ടറിയിലേക്കോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു നിർദ്ദിഷ്ടമായ ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സമുദായത്തേക്കോ മാത്രമാണ് അല്ലാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ബനൂ ഇസ്രായേൽ എന്നുള്ള ഒരു സമുദായത്തിലേക്ക് മാത്രമേ എത്രയോ പ്രവാചകന്മാരെ അല്ലാഹു പറഞ്ഞയച്ചു. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞയച്ചത് കാഫത്തുൽ ലിത്തഖലീൻ. ഭൂമിയെ ജനിപ്പിക്കുന്ന 2 വിഭാഗങ്ങൾ, മനുഷ്യനെന്ന് മാത്രമല്ല ജിന്നുകൾക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബിനെ പ്രവാചകനായി അല്ലാഹു പറഞ്ഞയച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓതിത്തരുന്ന പ്രിയമുള്ളവരെ. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത്, വഉഅതീതു ശഫാഅ. നാളെ പാരത്രികമായ ലോകത്തേക്ക് എത്തിപ്പെടുമ്പോൾ, എല്ലാവരും പ്രയാസപ്പെടുമ്പോൾ, നഗ്നരായി കഴിഞ്ഞുകൂടുമ്പോൾ, വസ്ത്രങ്ങളില്ലാതെ അന്നത്തെ ഒരു അവസ്ഥ ഒന്ന് മനസ്സിലേക്ക് വന്ന് ഓർത്തു നോക്കൂ പ്രിയമുള്ളവരെ. കാലിൽ ധരിക്കാൻ ചെരുപ്പില്ലാത്ത അവസ്ഥ. മഹാനായ ആദം നബി അലൈഹിസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം സ്വന്തമായ പ്രയാസത്തിലും വെപ്രാളത്തിലുമായി കഴിഞ്ഞുകൂടുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ഓടുന്ന ഒരു രംഗമുണ്ട്, കൂട്ടം കൂട്ടമായി ഓടുന്ന രംഗമുണ്ട്. ഒരിസാണ് മുകളിലെ സൂര്യൻ ഉയർന്നു നിൽക്കുമ്പോൾ ആ ശക്തമായ ചൂടിനാൽ വേർപ്പിൽ കുളിക്കുന്ന മനുഷ്യർ ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, ഒന്ന് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണേ, ഒന്ന് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണേ, ഒന്ന് ഹിസാബിനെടുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പറയണേ എന്ന് പറയുമ്പോൾ എല്ലാവരും കൈവെടിയുന്ന രംഗമാണ്. നഫ്സി 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 എന്ന് പറഞ്ഞ് എല്ലാവരും കൈവെടിയുന്ന ആ ഒരു രംഗത്ത് അത്രയും എല്ലാവരും ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന, വെപ്രാളത്തിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത്, ആ സമയത്ത് താങ്ങും തണലുമായി നിൽക്കുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പറയുകയും നബി തങ്ങൾ പറയുകയാണ്, ഉമ്മതിയ 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 ഉമ്മതി, എന്റെ ഉമ്മത്തെ എന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് സാഷ്ടാംഗം നമിക്കുകയാണ്. നീണ്ടതായ ഒരു സുജൂദിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ആ അർശിന്റെ താഴ്ഭാഗത്ത് സുജൂദിടുന്ന സമയത്ത് അവിടുന്ന് ചോദിക്കുന്നുണ്ട് മാലാഖന്മാരെ, അല്ലാഹു ചോദിക്കുകയാണ്, അല്ല നബിയേ, എന്തിനു വേണ്ടിയാണ് അങ്ങ് സുജൂദിടുന്നത്? എന്തിനു വേണ്ടിയാണ് അങ്ങ് സുജൂദിടുന്നത്? ഇത് സുജൂദിടാനോ ഇബാദത്ത് ചെയ്യാനോ ഉള്ള ഒരു സ്ഥലമല്ല. ഇത് ഹിസാബിന്റെയും വിചാരണയുടെയും പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നതായ ഒരു ദിനമാണ്. ഇത് യൗമുൽ ഖിയാമമാണ്. സുജൂദിടാനുള്ള സമയങ്ങളും സുജൂദിടാനുള്ള സ്ഥലങ്ങളുമെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട് നബിയേ. അങ്ങ് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കു നബിയേ, അങ്ങയുടെ ആവശ്യങ്ങൾ അങ്ങ് ചോദിക്കു നബിയേ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ശഫാഅത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ജനങ്ങളെ ഒന്ന് ഹിസാബ് എടുക്കാൻ വേണ്ടി, ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇൻദാ യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അന്നത്തെ മഹ്ശറയുടെ സംഘം ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരു സംഗമമാണ് പ്രിയമുള്ളവരെ. ചില ആളുകൾ മുട്ടുവരെ വേർത്തു കുളിക്കും, ചില ആളുകൾ അരയരെ വേർത്തു കുളിക്കും, ചില ആളുകൾ കഴുത്തുവരെ വേർത്തു കുളിക്കും, ചില ആളുകൾ ശരീരം മുഴുവനും വേർപ്പിന്റെ സൂര്യന്റെ ശക്തമായ ചൂടിനാൽ വേർപ്പിൽ മുങ്ങിക്കുളിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുള്ളത്. അവിടെ പ്രതീക്ഷ ഹബീബ് മാത്രമാണ്, അവിടെ പ്രതീക്ഷ ഹബീബിന്റെ ശഫാഅത്ത് മാത്രമാണ്. ആ ശഫാഅത്തെങ്കിലും ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടവരാണ്, ഞങ്ങൾ പരാജയപ്പെട്ടവരാണ്. അതാണ് മഹാനവറുകൾ പറയുന്നത്, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ. പ്രയാസപ്പെട്ട് ഒരു മാർഗവും കാണാത്ത സമയത്ത് അങ്ങയുടെ ശഫാഅത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അങ്ങയുടെ ശഫാഅത്തെങ്കിലും ലഭിച്ചില്ലെങ്കിൽ നബിയേ, അങ്ങയുടെ ശഫാഅത്തെങ്കിലും ലഭിച്ചില്ലെങ്കിൽ വഗ്ലനാ യാ സയ്യിദി ഖൈറൻ നബി, അങ്ങയുടെ ശഫാഅത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് മഹാന്മാർ പാടിക്കുന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ശഫാഅത്തിൽ ലഭിക്കുന്ന യഥാർത്ഥമായ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നബി തങ്ങളുടെ പ്രത്യേകതയാണ് മാ വഹറ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൽ അർളി ഖത്തു. നബി തങ്ങൾ വിസർജിച്ചാൽ ആ വിസർജന ഭൂമിയുടെ ഏത് ഭാഗത്തും ബാക്കിയാകുമായിരുന്നില്ല, ഭൂമി അതിനെ മെഴുകുമായിരുന്നു എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊരു പ്രത്യേകതയാണ് മാ വഖഅദില്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ അർളി ഖത്തു. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ട് എന്നാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴല് ഈ ഭൂമിയുടെ മേലോ മറ്റൊരു വസ്തുക്കളുടെ മേലോ പതിഞ്ഞിട്ടില്ല. നബി തങ്ങൾക്ക് ഒരിക്കലും നിഴലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകതയാണ് ലം യഖഅലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദുബാബ് ഖത്തു. ഈച്ച ഒരിക്കൽ പോലും നബി തങ്ങളുടെ ആ പരിശുദ്ധമായ ജസദിന്റെ മേൽ, ആ പരിശുദ്ധമായ ശരീരത്തിന്റെ മേൽ ഈച്ച ഒരിക്കലും ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകതയായി നബി തങ്ങളുടെ പറയുന്നുണ്ട് ലം യതതാനബു ഖത്തു ലം യതതാഅബു ഖത്തു. നബി തങ്ങൾക്ക് കോട്ടാവായി ഒന്ന് വാക്കളിക്കൽ, ഒന്ന് ഉറക്കെ വരുമ്പോൾ നിങ്ങളുടെ വായി തുറക്കുന്നത് പോലെ നബി തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കോട്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയായി പറയുന്നത്. എന്നിട്ട് നബി തങ്ങളുടെ ജനന പ്രത്യേകതയായി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ മഖ്തൂനൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലെ ഒരു അത്ഭുതമാണ് നബി തങ്ങൾ മാർക്കം ചെയ്തവരായിട്ട്, സുന്നത്ത് കർമ്മം ചെയ്തവരായിട്ട്, സേനാകർമ്മം
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് പൂജാതനായി വീഴുന്നത് ഇങ്ങനെയുള്ള മഹത്വങ്ങളും നബി തങ്ങളുടെ അത്ഭുതങ്ങളുമാണ് പരിശുദ്ധമായ മഖൂസ് മൗലൂദിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വലദതുഹു മഖ്തൂനം വമഖൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദ് യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻസിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. വലദതുഹു മഖ്തൂൻ മാർക്കം ചെയ്യപ്പെട്ടവരായ നിലയ്ക്ക് സേനാകർമ്മം ചെയ്യപ്പെട്ടവരായ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതനാകുന്നത്. വമഖൂലൻ കണ്ണിൽ നല്ല സുർമയിട്ടവരായ നിലയ്ക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സൃഷ്ടിപ്പ് തന്നെ സുജൂദിൽ വീണവരായ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി തങ്ങളുടെ ജനനം തന്നെ ഒരു അത്ഭുതമാണ് പ്രിയമുള്ളവരെ. അന്നത്തെയോ അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. അന്ന് പേർഷ്യൻ ലോകത്തെ അവർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡാരം തകർന്നു പോയി. അവരുടെ കൊട്ടാരങ്ങളുടെ പില്ലറുകൾക്ക് പോലും വിള്ളൽ സംഭവിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തോട് അനുബന്ധിച്ചിട്ടുള്ള അത്ഭുതങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻദുറു മിൻ വറായിഹി കമാ യൻദുറു മിൻ അമാമിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെ നബി തങ്ങൾക്ക് മുന്നിൽ നിന്ന് കാണുന്നത് പോലെ പിന്നിൽ നിന്നും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമായിരുന്നു എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതങ്ങളെ കുറിച്ചും പ്രത്യേകതകളെ കുറിച്ചും പറഞ്ഞു തരുന്നത്. ആ ഹബീബിനെയാണ് നാം അങ്ങേറ്റം സ്നേഹിക്കേണ്ടത്. മൃഗങ്ങൾ പോലും സ്നേഹിച്ചു പോയി, കല്ലുകൾ പോലും സ്നേഹിച്ചു പോയി. അവിടുന്ന് സ്വഹാബത്തും താബീങ്ങളും തബഅത്താബീങ്ങളും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കടന്നുപോയ ആശിഖുർ റസൂലികൾ എത്രമാത്രമാണ് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചത്. അതുകൊണ്ട് ഹബ്ബ് മാത്രമാണ് നാളെ ഖബറിലും പരലോകത്തും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു സാന്നിധ്യത്തിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മതസ്സാഅതു യാ റസൂലല്ലാഹ്, എന്നാണ് നബിയെ അന്ത്യനാൾ സംഭവിക്കുന്നത്, എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്? ആ സമയത്ത് തിരിച്ചു നബി ചോദിക്കുന്നുണ്ട്, മാ വഅദ്തലഹാ, ആ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് നീ ഒരുക്കി വെച്ചത്? ഖിയാമത്ത് നാളിനെ കുറിച്ചല്ല നീ ചോദിക്കുന്നത്. ആ ഖിയാമത്ത് നാൾ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചാൽ എന്താണ് ആ അന്ത്യനാളിന് വേണ്ടി നീ ഒരുക്കി വെച്ചത് സ്വഹാബ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ആ സ്വഹാബത്ത് അഅറാബിയായ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത്, നബിയെ ഞാൻ കൂടുതലൊന്നും അമൽ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ അങ്ങയെയും ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട് നബിയെ. ആ സമയത്താണ് നബി തങ്ങൾ പറയുന്നത്, അൽ മർഉ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, നീ ആരെയാണോ സ്നേഹിക്കുന്നത്, അവരോട് കൂടെയാണ് നീ നാളെ പാരത്രികമായ ലോകത്ത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങൾക്ക് 10 വർഷത്തോളം സേവനം ചെയ്ത അനസ് തങ്ങൾ പറയുകയാണ്, നബി തങ്ങളുടെ നാവിൽ നിന്ന് കേട്ട എന്നെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളിലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ആ വാക്കായിരുന്നു എന്നാണ്. ഞാൻ നബിയെ ഏറ്റവും സ്നേഹിക്കുന്നുണ്ട്. ഉഹിബ്ബ അബൂബക്കർ ഉഹിബ്ബു ഉമറ, ഞാൻ നബി തങ്ങളെയും അബൂബക്കർ തങ്ങളെയും ഉമർ തങ്ങളെയും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നവരാണ്. ഞാൻ കൂടുതലൊന്നും അമൽ ചെയ്തിട്ടില്ലെങ്കിലും നാളെ സ്വർഗീയ ലോകത്തെ ആ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് എന്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് ഹുബ്ബാണ് ഖദീജ ബിബിയിലേക്ക് അത്രമാത്രം സ്ഥാനം കൊടുത്തത്, അത്രമാത്രം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തെ പ്രവാചകന്മാരെ കഴിഞ്ഞു കടന്നാൽ സിദ്ദീഖിന്റെ ഈമാൻ ലോകത്തുള്ള ലോകാവസാനം വരെ വരുന്ന മറ്റുള്ള എല്ലാവരുടെയും ഈമാൻ 2 തുലാസിൽ വെച്ച് തൂക്കിയാൽ എന്റെ സിദ്ദീഖിന്റെ ഈമാൻ എനിക്കാണ് ഭാരം കൂടുതൽ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമെങ്കിൽ ആ സിദ്ദീഖ് തങ്ങളെ തന്റെ യാത്രയിലും അല്ലാത്ത സമയത്തും ഹബീബിനെ അങ്ങേറ്റം സ്നേഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും നാം ഹബീബിനെ സ്നേഹിക്കാൻ വേണ്ടി നാം പ്രയാസപ്പെടേണ്ടതുണ്ട്, നാം ഒന്ന് പ്രയത്നിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
اللهم صل على النبي المصطفى وعلى سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى وعلى سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى